പാലയൂർ നിലയ്ക്കൽ കോട്ടക്കാവ് നിരണം പാലയൂർ നിലയ്ക്കൽ കോട്ടക്കാവ് കൊക്കമംഗലം കൊല്ലം മലങ്കരയും ഏഴര പള്ളികളെ നിരണം പാലയൂർ നിലയ്ക്കൽ കോട്ടക്കാവ് കൊക്കമംഗലം കൊല്ലം മലങ്കരയും ഏഴര പള്ളികളെ ദൈവമഹത്വം വാഴ്ത്തി സ്തുതിപ്പാൻ നേർവഴികളിൽ നയിക്കപ്പെടാൻ ദൈവമഹത്വം വാഴ്ത്തി സ്തുതിപ്പാൻ നേർവഴികളിൽ നയിക്കപ്പെടാൻ വേണം ആലയങ്ങൾ നാടിൻ നാലുപുറവും ഏകാന്ത ഭജനത്തിനും കൂട്ടപ്രാർത്ഥനകൾ പങ്കുചേരാനും കുർബാനകൾ കൈക്കൊണ്ടിടാനും നിരണം പാലയൂർ നിലയ്ക്കൽ കോട്ടക്കാവ് കൊക്കമംഗലം കൊല്ലം മലങ്കരയും ഏഴര പള്ളികളെ അവളവനെ കണ്ടിട്ട് അവളെ പരിഭ്രമിക്കുകയും
മറിയാമാലാഖയോട് ഞാൻ പുരുഷനെ അറിഞ്ഞില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. മാലാഖ ഉത്തരമായിട്ട് അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു, അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ നിന്റെ രാജകന്യായ എലിസബെത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ മറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോവുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ.
നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിൽ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയർപ്പിക്കപ്പെടുകയും കബറടക്കപ്പെടുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിൽ നീ സ്ഥിതി ചെയ്ത് ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിച്ച് വെളിപ്പാക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വന്യമായ കർത്താനുഭവങ്ങളുടെയും ജീവദായകമായ നിന്റെ മരണത്തിന്റെയും രക്ഷാകരമായ പുനരുത്ഥാനത്തിന്റെയും സ്മരണയെ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്ത് വെളിപ്പോടും മനോധൈര്യത്തോടുകൂടെ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ മുൻപാകെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും സത്യവിശ്വാസത്തോടെ നിന്റെ പ്രത്യാശയിൽ കൂടി നിന്റെ പ്രാപിച്ച ഞങ്ങളുടെ വിശ്വാസികളായ പ്രേരകരല്ലോ വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ബലി നിനക്ക് അണയ്ക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Matra
Sono
അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിന്റെ നാഥന്റെ
നീതിമാരും തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. Amen.
ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.
നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Suri
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ജിജിയച്ചി, ബഹുമാനരായ വൈദികരെ സിംഹാസനായ കർത്താവിനാൽ അനുഗ്രഹിക്കുന്ന വിശ്വാസം. ഇന്നേ ദിവസം ഈ ദേവാലയം പരിപാലനങ്ങളോട് ഒരുമിച്ച് ഈ പ്രധാന പെരുന്നാൾ ദിവസം ഈ ദിവ്യ ബലിക്ക് മുഖ്യ കാർമ്മികനായിരിക്കുവാനും ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിനായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും ഭരണസമിതി അംഗങ്ങളോടും പെരുന്നാൾ നടത്തിപ്പുകാരോടും എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യും. പുണ്യ പുരാതനമായ ദിനംപള്ളിയിൽ ഇന്ത്യയുടെ കാവൽപിതാവായ മാർത്തോമാ ശ്ലീഹായെ തന്നെ സ്ഥാപിതമായത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതായി ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഒരു സുഹൃതമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. അതിനേക്കാളുപരി ഇതുപോലെ ഒരു പ്രധാന പെരുന്നാൾ ദിവസം എന്നെ ക്ഷണിച്ചത് നിങ്ങൾ എനിക്ക് നൽകിയ ബഹുമാനമായിട്ട് ഞാൻ കണക്കാക്കുകയും അതിൽ അങ്ങേയറ്റം ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യും. ദൈവമാതാവിൻ്റെ പെരുന്നാളുകൾ നമ്മുടെ സഭയിൽ ഏതാണ്ട് 8 എണ്ണത്തോളമുണ്ട്. പരിശുദ്ധന്മാർ അനവധി നമ്മുടെ സഭയിലുണ്ടെങ്കിൽ ഇത്രയധികം പെരുന്നാളുകളുള്ള മറ്റ് ശുദ്ധിമാന്മാരോ ശുദ്ധിമതികളോ ഒന്നും ഉണ്ടായി തോന്നുന്നില്ല. ദൈവമാതാവിന്റെ ജനനത്തിന്റെ പെരുന്നാൾ, ദൈവമാതാവിന്റെ നാമത്തിൽ പള്ളി സ്ഥാപിച്ചതിന്റെ പെരുന്നാൾ, ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ, ദൈവമാതാവിന്റെ പുകഴ്ചയുടെ പെരുന്നാൾ, ദൈവമാതാവിനോടുള്ള വചനിപ്പിന്റെ പെരുന്നാൾ, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ ലിസ്റ്റ്. ദൈവമാതാവിനോടുള്ള ജനനത്തിന്റെ പെരുന്നാൾ സെപ്റ്റംബർ മാസം 8-ാം തീയതി. അതിനോടനുബന്ധിച്ചുള്ള 8 ദിവസത്തെ നോമ്പ് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള നോമ്പൊന്നും അല്ലായെങ്കിലും ജനങ്ങൾ വളരെ കാര്യമായി നോക്കി വരുന്ന ഒരു നോമ്പാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. ദൈവമാതാവിന്റെ നാമത്തിലുള്ള 15 നോമ്പ് അതിനേക്കാൾ സഭ അംഗീകരിച്ചതായതുകൊണ്ട് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എങ്കിൽ തന്നെയും നോമ്പ് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്നാൽ നോമ്പ് നോക്കുന്നത് വെറും നമ്മുടെ ലൗകിക ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രം എന്നുള്ള രീതിയിലോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം എന്നുള്ള രീതിയിലോ നോമ്പുകൾ അധപ്പതിച്ചു പോകാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി ശ്രദ്ധിക്കുകയും ചെയ്യും. നോമ്പെന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ഒരു എക്സർസൈസിന്റെ കാര്യം. നമ്മുടെ ശരീരത്തിന് ശരിയായിട്ടുള്ള വ്യായാമം നൽകിയില്ല എങ്കിൽ ശരീരം രോഗഗ്രസ്തമാണ്. നമ്മൾ വീണുപോകും, പിന്നെ എഴുന്നേറ്റ് നടക്കുവാനും മറ്റൊന്നും ചെയ്യുവാനും സാധിക്കാതെ വരും. അതുപോലെ തന്നെയാണ് ആത്മാവിന്റെ കാര്യവും. ആത്മാവിന് ശരിയായിട്ടുള്ള എക്സർസൈസ് ആവശ്യമാണ്. അത് നോമ്പിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും സാത്താനെ ജയിക്കുന്ന പ്രക്രിയയാണ്. നിരന്തരമായിട്ട് സാത്താനുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആ പോരാട്ടം ശക്തിപ്പെടുന്ന സമയമാണ് നോമ്പെന്ന് പറയുന്നത്. ഈ നോമ്പ് കാലത്ത് സാത്താനോടായിട്ടുള്ളതായ പോരാട്ടത്തിൽ ആത്മീയമായിട്ടുള്ള ആയുധങ്ങൾ പ്രാപിച്ചുകൊണ്ട് ആത്മീയ ശക്തി പ്രാപിച്ചുകൊണ്ട് ആ ശക്തി ഉപയോഗിച്ച് മറ്റുള്ള കാലങ്ങളിലും സാത്താനെ ചെറുത്തു നിൽക്കുവാനായിട്ടുള്ള കരുത്ത് ശക്തി നമുക്ക് ലഭിക്കണം. അതാണ് നോമ്പ് കൊണ്ട് പിതാക്കന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട പെരുന്നാളുകൾക്കെല്ലാം മുമ്പായി നമ്മൾ നോമ്പ് നോക്കുന്നു. ഉയർപ്പ് പെരുന്നാളിന് മുമ്പായി 50 ദിവസം നോമ്പ് നോക്കുന്നു. കർത്താവിന്റെ ജനനത്തിന് മുമ്പായി 25 ദിവസം നോമ്പ് നോക്കുന്നു. അതുപോലെ തന്നെ മറ്റോരോ നോമ്പുകൾ കന്യകമാതാവിന്റെ ജനനത്തിന് മുമ്പായി 8 ദിവസം നോമ്പ് നോക്കുന്നു. മറ്റൊരു വിശുദ്ധന്റെയും ജനനം നമ്മൾ ഇത്രയധികം പ്രധാനമായിട്ട് കണക്കാക്കുന്നില്ല. എന്നാൽ മാതാവ് പരിശുദ്ധന്മാരിൽ അഗ്രഗണ്യയാണ്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ദൈവമാതാവ്. അത്രയധികം പ്രാധാന്യം ദൈവമാതാവിനുണ്ട്. ദൈവമാതാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ ഓർത്തഡോക്സ് സഭയുടേത് മറ്റ് ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ദൈവമാതാവ് പരിശുദ്ധന്മാരിൽ 1-ാമത്തവളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവമാതാവിന്റെ അമലോത്ഭവത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്, അതായത് ദൈവമാതാവ് അമാനുഷികമായി ജനിച്ച ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജനിച്ചപ്പോൾ മുതലേ പാപമില്ലാതെ പ്രത്യേക പുരുഷബന്ധം കൂടാതെയോ ഒന്നും ജനിച്ച ഒരാളാണ് എന്ന് മാതാവിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. നമ്മളെ പോലെ എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ ബാലികയായി
ദൈവത്തിന് മാതാവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അവൾ സ്വയം പാപത്തിൽ നടന്നിരുന്നതിനാൽ അവൾ സ്വയം ശുദ്ധീകരിച്ചു. ഇതാണ് പ്രധാനപ്പെട്ടത്. ദൈവമാതാവിനെ കുറിച്ച് ഉള്ള ദൈവമാതാവ് എന്നുള്ള പദം ഗ്രീക്ക് ഭാഷയിൽ തെയോട്ടോക്കോസ് എന്ന് പറയും. ആ പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആദ്യ നൂറ്റാണ്ടുകളിൽ അനേകർ ഈ പദത്തിന് വേണ്ടി പോരാടുകയും രക്തമൊഴുകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ അമ്മ. സഭയില് വിശ്വാസ ചഞ്ചലരായ ചില ആളുകൾ ചോദിക്കുകയുണ്ടായി, ദൈവത്തിന് എങ്ങനെയാണ് അമ്മയുണ്ടാകുന്നത്? ദൈവം സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ആളല്ലേ, ആ ആൾക്ക് മാതാവുണ്ടാകുക എന്ന് പറയുന്നത് സത്യമാണോ? അപ്പോൾ പിതാക്കന്മാർ പറഞ്ഞു, ദൈവമാതാവല്ല കന്യക മറിയാം എങ്കിൽ അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമല്ല എന്ന് വരും. മാതാവിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണെങ്കിൽ അവൾ ദൈവമാതാവാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല എങ്കിൽ രക്ഷ പൂർണ്ണമാകുന്നില്ല. വെറും ഒരു മനുഷ്യന് വേണ്ടി മരിക്കുന്നത് കൊണ്ട് രക്ഷ ലഭിക്കുമോ? ലഭിക്കുകയില്ല. മനുഷ്യവർഗത്തിന് മുഴുവൻ, ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ പത്രോസോ പൗലോസോ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിച്ച് മനുഷ്യജാതിക്ക് മുഴുവൻ രക്ഷയുണ്ടാകുവാൻ സാധ്യതയില്ല. എന്നാൽ ദൈവവും മനുഷ്യനുമായിരുന്നവൻ കാൽവരി ക്രൂശിൽ സ്വയം യാഗമായി അർപ്പിച്ചപ്പോഴാണ് മനുഷ്യജാതിക്ക് രക്ഷയുണ്ടായത്. അതുകൊണ്ട് അവൻ ദൈവമാണെന്നുള്ളതായ പഠിപ്പിക്കൽ വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമാണ്. അത് മറന്നു പോകാൻ നമുക്ക് സാധിക്കില്ല, കൈവിടാൻ നമുക്ക് സാധിക്കില്ല. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ അവനെ പ്രസവിച്ചവൾ ദൈവമാതാവാണ് എന്നുള്ളതിൽ യാതൊരു സംശയം. ദൈവമാതാവിന്റെ ആ കാര്യങ്ങളെ കുറിച്ചുള്ളതായ പഠിപ്പിക്കൽ പിതാക്കന്മാർ പലപ്പോഴും പലതരത്തിലുള്ളതായ ഉപകളും ദൃഷ്ടാന്തങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ളതായ ഉപമകളെല്ലാം ഇന്നത്തെ പ്രാർത്ഥനകളിലും കുഞ്ഞോനുകളിലും ഒക്കെയും നമ്മൾ വായിച്ച് കേട്ട് കഴിഞ്ഞതാണ്. മറിയാമിനെ അനേകം സ്ത്രീകളിൽ നിന്ന് തിരഞ്ഞെടുക്കുവാനായിട്ടുണ്ടായ കാരണം, അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു ഉപമ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഗിദെയോന്റെ രോമക്കെട്ടാണ് കന്യക മറിയാം എന്ന് പറയുന്നത്. ഗിദെയോൻ എന്ന് പറയുന്ന ന്യായാധിപൻ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അവന് ചെറിയൊരു സംശയം തോന്നി, ഈ യുദ്ധത്തിൽ ഞാൻ ജയിക്കുമോ ഇല്ലയോ, യഹോവ എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഉടനെ അവൻ അരുളപ്പാട് ചോദിച്ചു, കർത്താവേ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞാൻ രോമം തന്നതായ ഒരു ആട്ടിൻതോല് മുറ്റത്ത് നിവർത്തിയിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ ആട്ടിൻതോല് മാത്രം നനഞ്ഞിരിക്കണം, ചുറ്റുമുള്ള നിലം മുഴുവനും ഉണങ്ങിയിരിക്കണം. അവൻ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ദൈവം അവന്റെ കൂടെ ഉണ്ട് എന്ന് ഒരു വിശ്വാസമായി, എന്നാലും ഉറപ്പായില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം വീണ്ടും പറഞ്ഞു, ദൈവമേ, ഞാൻ ഒരിക്കൽ കൂടെ നിന്നോട് ഒരു അരുളപ്പാട് ചോദിച്ചു കൊള്ളട്ടെ, ഇന്നലെ സംഭവിച്ചതിന് നേരെ തിരിച്ച് ഇന്ന് സംഭവിക്കണം. ഇന്നും ഞാൻ ആട്ടിൻതോല് മുറ്റത്ത് നിവർത്തിയുള്ളൂ. ഇന്നലെ ആട്ടിൻതോല് നനഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ആട്ടിൻതോല് മാത്രം ഉണങ്ങിയിരിക്കണം, ചുറ്റുമുള്ള ഭൂമിയൊക്കെ നനഞ്ഞിരിക്കണം. അന്നും അതുപോലെ തന്നെ സംഭവിച്ചു. ഇതാണ് കന്യക മറിയം. അതായത് അനേകം സ്ത്രീകൾ ആ കാലത്ത് യഹൂദ്യയിൽ ഉണ്ടായിരുന്നു, ഇസ്രായേലിൽ ഉണ്ടായിരുന്നെങ്കിലും അവളിൽ ഒരാളെ മാത്രം ദൈവത്തിന്റെ മാതാവാക്കുവാൻ തിരഞ്ഞെടുത്തു എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താണ് ദൈവമാതാവിനെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള കാരണം? ഒന്നാമത്, പല ഗുണഗണങ്ങൾ അവളിൽ ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം എടുത്തു പറയുന്നത് ഈ ദിവസങ്ങളിലുള്ളതായ പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ട് കാണും. ദൈവമാതാവിനെ കുറിച്ച് ഇനി ഒന്നും തന്നെ പറയുവാൻ ബാക്കിയുണ്ടാകുന്നില്ല. എന്നാലും ഊന്നി പറയേണ്ട രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വളരെ അവസാനിപ്പിച്ചു. ഒന്നാമത്, ദൈവമാതാവിന്റെ താഴ്മ. നമ്മൾ പ്രാർത്ഥനയിൽ ചൊല്ലാറുണ്ട്, ആരുയർത്തപ്പെട്ടില്ലുവോ അതിനാൽ താഴ്മ ധരിച്ചു എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ സൽഗുണം എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകം അഹങ്കാരത്തിന്റെ അടിത്തറയിലാണ് ജീവിതം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. താഴ്മയ്ക്ക് യാതൊരു വിലയില്ലാത്ത കാലമാണ്. അല്പം അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൊയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുവരെ പഠിപ്പിക്കുന്ന ആ മാതാപിതാക്കളും ഒക്കെ കണ്ടേക്കാം. നമ്മുടെ ജീവിതത്തിൽ വിജയം കൊയ്യുവാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ, അത്യധ്വാനം ചെയ്യുമ്പോൾ താഴ്മ മറന്നു പോകുന്നു. നമ്മുടെ വശങ്ങളിൽ നിൽക്കുന്നവർക്ക്, നമ്മുടെ അയൽക്കാരന് നമ്മുടെ പ്രവർത്തനങ്ങൾ
എന്നുള്ളതിനെ കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ബാബേൽ കോട്ട അഹങ്കാരത്തിന്റെ ചിഹ്നമാണ് അല്ലേ? മനുഷ്യൻ നമുക്ക് തന്നെ ഒരു നാമം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാബേൽ കോട്ട അടുത്തു വരുവാനായിട്ട് ശ്രമിച്ചു. ദൈവം അത് ഇടിച്ച് നശിപ്പിച്ചു. ഭാരതീയ ഇതിഹാസങ്ങളിലും അഹങ്കാരത്തിന്റെ മൂർത്തികളുണ്ട്. രാവണൻ ഭയങ്കര രാക്ഷസനാണ്, അവന് മഹാശക്തിയാണുള്ളത്. ഈ ശക്തി കൊണ്ട് തിന്മ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ വീഴ്ച ആരംഭിക്കുകയായിരുന്നു. അതുകൊണ്ട് താഴ്മയില്ലാതെ സ്വന്തം ശക്തി കൊണ്ട് എല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്നവൻ വീഴും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുള്ളത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകാം, പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. അല്ലേ? അഹങ്കരിക്കുന്നവൻ വീഴും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഇന്ന് അല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും. കന്യകമറിയമാണ് ഇവിടെ നമ്മുടെ റോൾ മോഡലായിരിക്കേണ്ടത്. അങ്ങേയറ്റം താഴ്മ പിടിച്ചതാണ്. മദർ തെരേസയുടെ ശൗര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എനിക്ക് കാണാനായിട്ട് അവസരം ലഭിച്ചിട്ടില്ല. I do not want to be successful. I want to be faithful. എനിക്ക് വലിയ വിജയങ്ങളല്ല കൊയ്യേണ്ടത്, ഞാൻ വിശ്വസ്തയായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വിശ്വസ്തയോടെ വേല ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലാതെ അഹങ്കാരത്തോടെ വിജയം കൊയ്യുന്നതല്ല എന്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അത് അമ്മയുടെ വചനങ്ങളാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ജയാവിജയങ്ങൾക്കല്ല പ്രസക്തി, താഴ്മയ്ക്കാണ് പ്രസക്തി. മറ്റുള്ളവർ ഉപദ്രവം വരുത്താതെ ജീവിക്കുന്നതിലാണ് പ്രസക്തി എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. രണ്ടാമത്, കന്യാമറിയാമയെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള മറ്റൊരു കാരണം അവരുടെ ജീവിത വിശുദ്ധിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായി ജനിച്ച് സാധാരണ വിധത്തിലുള്ളതായ സകല ജഡീക മോഹങ്ങളും എല്ലാം മനസ്സിൽ ഉണ്ടായിരുന്നു എങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മറികടന്ന് വിശുദ്ധിയിൽ ജീവിച്ച് തന്റെ മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ സത്വങ്ങളിൽ ഒന്ന്. നമ്മൾ ഇന്ന് സ്വയം ചെയ്യുന്ന പാപങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റക്കാരാക്കുന്ന മനുഷ്യരാണ്. നമ്മൾ പറയും, ഓ ഞാൻ പാപത്തിലൊന്നും കിടക്കുക. എന്താ കാരണം? എങ്ങോട്ട് നോക്കിയാലും പാപമല്ലേ. പുറത്തേക്ക് ഇറങ്ങിയാൽ പാപം, എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ പാപം, TV ഓൺ ചെയ്താലും പാപം, റേഡിയോ ഓൺ ചെയ്താലും പാപം, വായിക്കാവുന്ന പുസ്തകം എടുത്താലും അവിടെ എല്ലാം ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ് പാപം. അതുകൊണ്ട് ഈ ലോകം മുഴുവനും പാപമയമായതുകൊണ്ടാണ് ഞാൻ പാപിയായി തീരുന്നത് എന്ന് കുറ്റം പറയുന്നവരാണ് ഞാൻ നിങ്ങൾ. നമുക്ക് എന്തെങ്കിലും വീഴ്ച പിടിച്ചാൽ അത് സ്വയം ഏൽക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. അത് അയൽക്കാരുടെ തലയിൽ കെട്ടിവെക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കും. എന്നാൽ കന്യകമറിയാം സ്വന്തം പാപങ്ങളെ സ്വയമായി മറികടന്നവർ, ജയിച്ചവർ. ആദാമിന്റെയും ഹവ്വായുടെയും ആദ്യത്തെ പാപമാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിയുന്നു. എന്നാൽ ആദാമിന്റെ പാപം കർത്താവിന്റെ മരണത്തോടെ പോക്കിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മനുഷ്യജാതിയെ ഉയർത്തെഴുന്നേൽക്കുവാനും മുകളിലേക്ക് നോക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും പാപങ്ങളിൽ ഒഴിഞ്ഞിരിക്കുവാനുമായിട്ടുള്ള കഴിവ് ദൈവം നൽകി കഴിഞ്ഞിരിക്കുന്നതിനുള്ള സാധ്യത തുറന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിൽ പവർ കൊണ്ട്, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് പാവത്തെ മറികടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ ലോകത്തിലെ ആധുനിക ആത്മീയത അനുസരിച്ച് ഇട്ടുകൊടുക്കുകയും ചോറുകയും എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും പോയി ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യം ഒക്കെ കിട്ടും. എവിടെയെങ്കിലും പോയി ഒന്ന് എന്തെങ്കിലും കർമ്മം നടത്തുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് സുഗമമായിട്ട് കിട്ടും. ഞാൻ പിതാക്കന്മാർ പഠിപ്പിച്ചത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള നിരന്തര പോരാട്ടമാണ്. അതിന് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യമാണ്, നിരന്തരമായിട്ടുള്ളതായ ഉപവാസം ആവശ്യമാണ്, നിരന്തരമായ ജാഗരണം ആവശ്യമാണ്. നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ സാത്താനെ അകറ്റി നിർത്തി ദൈവവുമായിട്ട് അടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിൽ കഷ്ടതയുണ്ട്, അതിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ പ്രയാസമുണ്ട്, അതിൽ വേദനയുണ്ട്. ആ വേദനയെല്ലാം സഹിച്ചവളാണ് കന്യകമറിയാം. കന്യകമറിയാം വിശുദ്ധരിൽ ഒന്നാമതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. എങ്കിലും എങ്ങനെയാണ് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും അനേകം ഈ ലോകത്തിൻ്റെതായ കഷ്ടതകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെല്ലാം കടന്നതിന് ശേഷമാണ് കന്യകമറിയാം വിശുദ്ധരിൽ ഒന്നാമതായിരിക്കുന്നത്. അതുകൊണ്ട് ആ മാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഒരു പ്രത്യേകമായിട്ടുള്ള ദൗത്യമുണ്ട്. ആ മാതാവിന്റെ വിശുദ്ധി താഴ്മയും
പകർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. ആ അറ്റം വരെയും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എത്തിച്ചേരണമെന്ന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമില്ല. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയും പരിശ്രമത്തിലൂടെയും ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മൾ ഒരു പ്രതിജ്ഞ നമ്മുടെ മനസ്സിലെടുക്കുക. താഴ്മയും വിശുദ്ധിയും എന്റെ ജീവിതത്തിൽ വളരുവാൻ തക്കവണ്ണം ഒരു ചെറിയ അടിയെങ്കിലും മുമ്പോട്ട് വയ്ക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ വരവിനായി കാത്തിരുന്ന് അത് നമ്മളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വചനം Gloria
ഞങ്ങളെ